ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയാവുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ. ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. മനസാക്ഷിക്ക് നിരക്കാത്തതായ ഒന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. ആരും ഒരു വിജയിയായി ജനിക്കുന്നില്ല. തോൽവി സമ്മതിക്കാൻ വിസമ്മതിക്കുമ്പോൾ അജയനായി കണക്കാക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ഒരു സമ്മാനമാണ്. ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. കേട്ടറിയുന്ന കാര്യങ്ങൾ അവഗണിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മരിക്കുന്നതിന് മുൻപ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ പിന്നെ ഒരിക്കലും അവരെ ശല്യം ചെയ്യരുത്. പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും. എന്നാൽ മോശാവസ്ഥ അവരിൽ എത്ര പേർ കൂടെ നിൽക്കുമെന്ന് വെളിപ്പെടുത്തും. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഗൗരവത്തോടെ കാണുന്നവരായിരിക്കും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ. എവിടെയൊക്കെയോ നമ്മൾ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചത് അവിടെ നമ്മൾ ഒറ്റപ്പെടും. അത് കാലത്തിന്റെ തീരുമാനമാകും. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. മരങ്ങൾ എല്ലാ വർഷവും ഇല പൊഴിക്കും. എന്നാൽ നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധിയാകും. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്വപ്നങ്ങൾക്ക് അധ്വാനമില്ലാത്ത ഉറക്കവും ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത അധ്വാനവും ആവശ്യമാണ്. സൈക്കോളജി പറയുന്നു, സുന്ദരികളായ സ്ത്രീകൾ അപൂർവമായി സന്തോഷവതികളായിരിക്കും. ബുദ്ധിയുള്ള പുരുഷന്മാർ അപൂർവമായി സുന്ദരരുമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിക്കാൻ തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറും. ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടൂ. പക്ഷേ ഒന്നും കിട്ടില്ലെന്ന് കരുതി നിരാശരാവരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടേതായ ഒരു ദിവസം വരും. മാറ്റം നല്ലതാണ്. അത് പക്ഷേ നിഴൽ പോലെ കൂടെ നടന്നവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടാകരുത്. ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മുടെ ലോകം. ഈ ലോകത്തുള്ള മറ്റാരേക്കാളും കൂടുതൽ ഭംഗി ആ വ്യക്തിക്കാണെന്ന് നമുക്ക് തോന്നും. മനുഷ്യർ ജീവിക്കുന്നത് ആനന്ദ മുഹൂർത്തങ്ങളെക്കാൾ ഏറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ്. ഇല്ല എന്ന് പറയുവാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. അവനവനെ കീഴടക്കുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. ശ്രമത്തിലാണ് സംതൃപ്തി ഉളവാകുന്നത്, ഫലപ്രാപ്തിയിലല്ല. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമായി മാറുന്നു. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക.
എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഒരിക്കലും മടുത്തു പിന്മാറരുത്. ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ്. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. ഒരാൾ നമുക്ക് നൽകുന്ന വില എന്തെന്ന് മനസ്സിലാകാൻ അയാൾ നമുക്കായി നടത്തുന്ന വിട്ടുവീഴ്ചകൾ പരിശോധിച്ചാൽ മതിയാകും. അധികം സ്നേഹം നിങ്ങൾ ആർക്ക് വിളമ്പിയാലും അവസാനം എച്ചിലിന്റെ വിലയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അവളുടെ സംസാരത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വവും സുഖവും തോന്നും. ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകം നമ്മൾ തന്നെയാണ്. സ്വയം മനസ്സിലാക്കുക, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ആഴത്തിലിറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. ആരോടൊപ്പമാണ് ചിരിച്ചതെന്ന് നിങ്ങൾ മറന്നേക്കാം, പക്ഷേ ആരുടെ കൂടെയാണ് നിങ്ങൾ കരഞ്ഞതെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. തുടരുക, കാരണം ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് വിജയം അടുത്തു തന്നെയുണ്ട്. ആരും ഒരിക്കലും പരാജയപ്പെടാൻ പദ്ധതിയിടുന്നില്ല. വിജയിക്കാൻ വേണ്ടത് ആസൂത്രണം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് സത്യം. വിജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് ഒരു പടി മാത്രം, എന്നാൽ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഒരു നീണ്ട പാതയാണ്. എല്ലാ മനുഷ്യകാര്യങ്ങളിലും ശ്രമങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. പരിശ്രമത്തിന്റെ ശക്തിയാണ് ഫലങ്ങളുടെ അളവുകോൽ. നിങ്ങളുടെ ശക്തി ചെറുതാണെങ്കിൽ കനത്ത ഭാരം വഹിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ വില പോകില്ലെങ്കിൽ ഉപദേശം നൽകരുത്. സ്വന്തം ഉള്ളിലുള്ള പരിശ്രമത്തിലൂടെ അല്ലാതെ ആർക്കും വലിയവനോ നല്ലവനോ സന്തോഷവാനോ ആകാൻ കഴിയില്ല. നിങ്ങൾക്ക് സാഹചര്യങ്ങളെയോ ഋതുക്കളെയോ കാറ്റിനെയോ മാറ്റാൻ കഴിയില്ല, എന്നാൽ നിങ്ങൾക്ക് സ്വയം മാറാൻ കഴിയും. ദൂരെ നിന്ന് നോക്കുമ്പോൾ മാത്രമേ കാടുള്ളൂ, അടുത്ത് ചെല്ലുമ്പോൾ ഓരോ മരങ്ങളും ഒറ്റയ്ക്കാണ്. അങ്ങനെയാണ് ജീവിതവും. നോക്കുമ്പോൾ എല്ലാവരുമുണ്ട്, പക്ഷേ നമ്മൾ തനിച്ചാണ്. ചിരിക്കുക, കാരണം നിന്റെ ദുഃഖം നിനക്ക് മാത്രമേ ദുഃഖമായിട്ടുള്ളൂ. കേൾവിക്കാർക്കെന്നും കെട്ടുകഥകൾ മാത്രമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കാൻ കഴിയില്ല, എന്നാൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. എല്ലാ മനുഷ്യജ്ഞാനവും 2 വാക്കുകളിൽ സംഗ്രഹിച്ചിരിക്കുന്നു: കാത്തിരിക്കുക, പ്രത്യാശിക്കുക. അത്യാഗ്രഹം മനുഷ്യരെ എന്നേക്കും ദരിദ്രരാക്കുന്നു. ഈ ലോകത്തിന്റെ സമൃദ്ധി പോലും അവരെ സമ്പന്നരാക്കില്ല. ലോകത്തിൽ സന്തോഷമോ ദുരന്തമോ അങ്ങനെ ഒന്നില്ല. ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താൽ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായി ഒന്നുമില്ല. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വിഷമായാൽ സമുദ്രം മുഴുവൻ വിഷമാകില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. സമ്പത്തിൽ ജനിച്ചവർക്കും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള മാർഗമുള്ളവർക്കും ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അറിയാനാകില്ല. തിന്മയുടെ വിജയത്തിന് ആവശ്യമായ ഒരേ ഒരു കാര്യം നല്ല മനുഷ്യർ ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. ഒരു പെണ്ണ് ഭാഗ്യവതിയാകുന്നത് കാശുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോഴോ സ്നേഹിച്ച ആളെ സ്വന്തമാക്കുമ്പോഴോ അല്ല. മരണം വരെയും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. യുക്തി ഉപയോഗിക്കാതെ ഒരാളോട് തർക്കിക്കുന്നത് മരിച്ചവർക്ക് മരുന്ന് കൊടുക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.